നമസ്കാരം. GST നിയമത്തിന് കേരളത്തിൽ മാത്രമായി പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി വന്നിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ നമ്പർ 10/2024 പ്രകാരം കേരളത്തിൽ ഗോൾഡ് തുടങ്ങിയ ആഭരണങ്ങൾ ചാപ്റ്റർ 71 വരുന്നവയ്ക്ക് ഇ-വേ ബിൽ പ്രാബല്യത്തിൽ വന്നു. ഇവയിൽ പേൾസ്, പ്രഷ്യസ് ഓർ സെമി പ്രഷ്യസ് സ്റ്റോൺസ്, ജുവലറി, പ്രഷ്യസ് മെറ്റൽസ് ഇവയെല്ലാം ഉൾപ്പെടുന്നു. ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സിന് മാത്രം പുതിയ സംവിധാനമായ ഇ-വേ ബിൽ ബാധകമാകൂ. അതായത് ഇന്റർ സ്റ്റേറ്റ് മൂവ്മെന്റിനൊന്നും ഇത് ബാധകമല്ല. അതായത് കേരളത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ട്രാൻസാക്ഷന് മാത്രമേ ഈ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ എന്ന് ചുരുക്കം. ഇത് പ്രകാരം സപ്ലൈ ചെയ്യുമ്പോഴും ജോബ് വർക്കിന് വേണ്ടി ഗോൾഡും മറ്റൊരു ഷോപ്പിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും രജിസ്ട്രേഷൻ ഇല്ലാത്ത വ്യക്തികളുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ ഇ-വേ ബിൽ ബാധകമാണ്. ഇതിന്റെ ട്രാൻസാക്ഷൻ വാല്യൂവിന്റെ പരിധി 10 ലക്ഷത്തിന് മുകളിൽ വരുന്ന എല്ലാ സന്ദർഭങ്ങളിലും GSTയുടെ പോർട്ടൽ വഴി ജനറേറ്റ് ചെയ്തിട്ട് വേണം ഇവ ട്രാൻസ്പോർട്ട് ചെയ്യുവാൻ. ഈ പുതിയ നിയമം 24/1/2025 തുടങ്ങി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. എങ്കിലും ഇമിറ്റേഷൻ ജുവലറികൾക്ക് ഈ നിയമം ബാധകമല്ല. ചാപ്റ്റർ 71(17) പ്രകാരമാണ് ഇമിറ്റേഷൻ ജുവലറിയുടെ ക്ലാസിഫിക്കേഷൻ. ഈ കൂട്ടർക്ക് സാധാരണ നിലവിലുള്ള നിയമം തന്നെയാണ് നോക്കേണ്ടത്. സ്റ്റേറ്റ് GST നിയമത്തിലെ റൂൾ 118 പ്രകാരമാണ് ഈ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. സ്വർണ്ണ ഇടപാടുകളിലെ നികുതി വെട്ടിപ്പ് തടയുന്നതിന്റെ ഭാഗമായിട്ട് കേരള ഗവൺമെന്റ് പ്രത്യേകമായി കൊണ്ടുവന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്നതുകൂടി എല്ലാ ടാക്സ് പേയേഴ്സിനെയും ഓർമ്മപ്പെടുത്തുകയാണ്.